33 പെൺകുട്ടികളായിരുന്നു കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിലെ വിശിഷ്ടാതിഥികൾ. ഇതുവരെ ആൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന സ്കൂളിൽ ഇത്തവണ ആദ്യമായാണ് പെൺകുട്ടികൾ പഠിക്കാനെത്തിയത്. ഈ വാർത്തയോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി ഹലോ ഡോക്ടറുമായി സിന്ധൂരി ചേരും. 160 വർഷത്തെ പാരമ്പര്യമുണ്ട് സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്. 1ാം ക്ലാസ് മുതൽ +2 വരെ ആൺകുട്ടികൾക്ക് മാത്രമായിരുന്നു ഇതുവരെ പ്രവേശനം. ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ സെന്റ് മൈക്കിൾസ് പുതുചരിത്രം കുറിച്ചു. 33 പെൺകുട്ടികൾ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടി. മാനേജ്മെന്റ് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. സ്കൂൾ മാനേജർ ഫാദർ രാജു അഗസ്റ്റിൻ്റെ പ്രയത്നമാണ് ഇതിന് പിന്നിൽ. ഈ അടുത്താണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിൻ്റെ പ്രഖ്യാപനം വന്ന് ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ അതിനായിട്ട് പരിശ്രമിച്ചു. പെട്ടെന്ന് തന്നെ ഗവർണർ ഉത്തരവും കിട്ടി, മന്ത്രിസഭ അംഗീകരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. പ്രധാനമായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഒരുപാടെടുത്ത് ഒരുമിച്ച് ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഗേൾസും ബോയ്സും പുരുഷന്മാരും സ്ത്രീകളും ഒരുപാടെടുത്ത് എല്ലാ മേഖലയിലും അത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ ഒരു വിദ്യാഭ്യാസം ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ വർഷം. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഇത്തവണത്തെ പ്രവേശനോത്സവം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. +1ലും ഇത്തവണ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകും. 1965 ഈശോ സഭയാണ് സെന്റ് മൈക്കിൾസ് ബോയ്സ് സ്കൂൾ സ്ഥാപിച്ചത്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലുള്ള സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ സാമൂഹ്യ പരിവർത്തനത്തിലൂന്നി കാലത്തിനൊപ്പം സഞ്ചരിക്കുകയാണ്. കൈരളി ന്യൂസ്, കണ്ണൂർ.